ശരിക്കും എല്ലാത്തിനും തുടക്കം എവിടെ നിന്നായിരുന്നു? ആദ്യമായി ചെയ്തൊരു ജോലി എന്തായിരുന്നു? ആദ്യമായിട്ട് ചെയ്ത ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുള്ളയില് ഒറ്റകല്ല് കേട്ടിട്ടുണ്ടില്ല. നമ്മള് മലയാളത്തിൽ പറയാൻ പോയ മറ്റേ അച്ഛൻ മരിച്ചതിന് ശേഷം സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ 8ാം ക്ലാസ് പഠിച്ചപ്പോൾ ഈ ജോലി സ്റ്റാർട്ട് ചെയ്ത്. അച്ഛൻ പോലീസിലായിരുന്നു. ഇത് ജോലി വേണ്ടാന്ന് രാജി വെച്ചിട്ട് വന്ന് പിന്നെ ഭയങ്കര കുടിയും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ അങ്ങനെ ആ അച്ഛൻ്റെ അപ്പം നമുക്കൊന്നും അറിയത്തില്ല, ഈ വിവരമൊന്നും അപ്പം ഇല്ല. അച്ഛൻ നഷ്ടപ്പെട്ടു പോയി ചില കാര്യങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ചെറിയ വയസ്സോട്ട് നല്ല അച്ഛൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നോക്കി നല്ല പഠിപ്പിച്ച് ഇങ്ങനെ തന്നെ ജീവിക്കണം എന്നുള്ളൊരു ചെറിയ വയസ്സിൽ റോയൽറ്റി ഉണ്ടാക്കി തന്നു. ഒന്നിനും കുറവ് വന്നിട്ടില്ല, ഒന്നിനും ഒരു ഇത് ചെയ്തിട്ടില്ല. നമുക്ക് എത്ര കുടിക്കാനായിരുന്നാലും എന്ത് ചെയ്താലും വീട്ടിൽ ബഹളം കാണും, പ്രശ്നം കാണും, എല്ലാം ഉണ്ടാവും. എന്നാലും ഇന്ന് വரைക്കും നമുക്ക് മക്കള് സമാധാനം ഇല്ലെങ്കിലും അമ്മയും അച്ഛനുള്ള പ്രശ്നം തന്നെ, എന്നാലും സമാധാനം ഇല്ലെങ്കിലും നമുക്ക് 3 നേരം തിന്നാൻ പറ്റും. സ്കൂളിൽ ആ മര്യാദ രീതി ചെറിയ വയസ്സ് തൊട്ടേ 4 അനിയത്തിയുണ്ട്. നമുക്ക് ഈ ജോലി ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് എന്താ അറിയാം, ഒന്നും അതിലൂടെ ഓർഡർ ചെയ്യുമ്പോൾ സാധനം വരും, എല്ലാം ചെയ്യും. നമ്മൾ അങ്ങനെയല്ല. ചെറിയ വയസ്സ് തൊട്ടേ ഇന്ന് കഞ്ചിയും കറിയും വെക്കണമെങ്കിൽ അനിയത്തി മുറ്റം തൂക്കണം, പാത്രം കഴുകണം. ഇങ്ങനെ പിന്നെ അപ്പുറത്തെ പള്ളിയുണ്ട്, ഒരു 100 മീറ്റർ നടക്കണം. അവിടെ പോയി നമ്മൾ കയറിട്ട് വാരി വെള്ളം വാരി കൊണ്ടുവന്നിട്ട് വീട്ടിലുള്ള എല്ലാവർക്കും 3-4 കുളിക്കണം, കുളിച്ചെല്ലാം റെഡിയാക്കണം. അതിനുള്ള വെള്ളം, പാത്രം കഴുകണം, വീട് കഴുകണം. ചെറിയ വീടാ, ഓട് വീടാ. ആ വീട്ടിൽ നിന്നിട്ടും ഡെയിലി നീറ്റായിട്ടിരിക്കണം, ഒരു വേസ്റ്റ് ഒന്നും ഇരിക്കാൻ പാടില്ല. പാത്രമെല്ലാം ചെറിയൊരു അളക്കുന്നതിന് അടി തന്നെ വീട്ടിൽ. അങ്ങനെ ചെറിയ വയസ്സിലെ വൃത്തി അങ്ങനെയൊക്കെ എല്ലാം പഠിപ്പിച്ച് സ്കൂളിൽ 1ാം റാങ്കേ എടുക്കാവൂ. 2ാം റാങ്ക് എടുത്തു കഴിഞ്ഞാൽ അടി തന്നെ. അവിടെ പേടിയായിരിക്കും, എല്ലാ പിള്ളേരും തോറ്റാലേ പേടിയായിരിക്കും. നമുക്ക് അങ്ങനെയല്ല, 1ാം റാങ്ക് കിട്ടിയില്ലെങ്കിൽ പേടിയാണ്. ഒന്നും ചെയ്യില്ല, പാവം നോക്കൂല. അപ്പൊക്കെ ഭയങ്കര വകുപ്പായിരുന്നു. അച്ഛൻ്റെ നല്ലപോലെ പഠിക്കുമായിരുന്നു. അപ്പോൾ നല്ല പഠിക്കുമായിരുന്നു, ഭയങ്കര പഠിക്കും. സ്കൂളിൽ ഞാനാ ലീഡർ. അപ്പോൾ ഞാൻ ഭയങ്കര ചട്ടം ചെയ്യാം സ്കൂളിൽ. അപ്പോൾ പിള്ളേര് അവിടെ 1ാം റാങ്ക് എടുക്കുന്ന പിള്ളേർ ഇത് സംസാരിക്കുന്നവർക്ക് വേദന ബോട്ടിൽ വേദന. അപ്പം എന്നെ ലീഡറാക്കൂല. എന്നുവെച്ചാൽ ഞാൻ എപ്പോഴും പ്രശ്നമാണ് സ്കൂളിൽ. അപ്പോൾ സ്കൂളിൽ ഒരിക്കൽ ടീച്ചർ ഇതേപോലെ പറഞ്ഞു, അതുപോലെയാണ് അച്ഛന് എൻ്റെ അച്ഛനെ കൂട്ടിണ്ടാകുന്ന പറഞ്ഞു. അച്ഛൻ്റെ സ്വഭാവമൊക്കെ അറിയത്തില്ലേ. അച്ഛനെ കൂട്ടിനൊന്ന് അച്ഛനാണെങ്കിൽ എപ്പോഴും എൻ്റെ മോൻ നല്ല മോൻ, എൻ്റെ പിള്ളേർ നല്ല പഠിക്കുന്നു, ഇതേ കേൾക്കാവും. വേറെ എന്ത് മാറ്റി കേട്ട് കഴിഞ്ഞാൽ അന്ന് തീർന്ന്. വീട്ടിൽ സ്കൂളിൽ ഹെഡ് മാസ്റ്റർ നിന്നെ ഒന്ന് അന്വേഷിക്കാൻ വന്നപ്പോൾ സ്കൂൾ ടീച്ചർ പറഞ്ഞ ഒരു മര്യാദ ഇല്ലെന്ന് പറഞ്ഞു. സ്കൂൾ ടീച്ചറിൻ്റെ കമ്പ് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് അടിക്കാൻ തുടങ്ങിയ അടിയാണ്. എൻ്റെ സ്കൂളിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉണ്ട്, മെയിൻ റോഡാണ്, ഒറ്റ വരിക. അവിടെ നിന്ന് തുടങ്ങിയ അടി വീട് വരിക എന്നെ അടിച്ച്. ഞാൻ ഓടി കയറുന്നില്ല. റോഡിലെല്ലാ ആൾക്കാരും നോക്കുന്നു. അന്നത്തോടെ ലാസ്റ്റ് എന്ത് തന്നെ സ്കൂളിൽ ചെയ്താലും ടീച്ചർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കിട്ടിയെന്ന് പറയാം. എന്നുവെച്ചാൽ എല്ലാതാണ് മാക്സിമം ഫുൾ ഇരിക്കുന്ന ഇത് ഓഫീസ് റൂമിലാണ്, ഹെഡ് മാസ്റ്റർ റൂമിലായിരിക്കുന്നത്. അവിടെ ഇരുന്നപ്പോഴും ഹെഡ് മാസ്റ്റർ ക്രിസ്ത്യനാണ്. ചെറിയ അവിടെ ബാക്കിയുള്ളവർക്ക് പഠിക്കാൻ പറയും. ഞാൻ എല്ലാം പഠിക്കണോണ്ട് ഡെയിലി ബൈബിളിലുള്ള പോയ വാക്യം പറയണം. അത് രാവിലെ തൊട്ട് വൈകുന്നേരം പഠിക്കണം, വൈകുന്നേരം കാണാതെ പറയണം. ഇതാണ് എൻ്റെ ജോലി. ക്ലാസ്സിലിരുന്ന് അടി വയ്ക്കും, പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് എന്നെ എപ്പോഴും അവിടെ ഇരുത്തും. സ്കൂളിൽ പകുതി ദിവസം ടെസ്റ്റിന് മാത്രം ക്ലാസ് റൂം ചെയ്യണം. അങ്ങനെയാണ് വന്ന് എൻ്റെ ഇങ്ങനെയൊക്കെ പഠിച്ച്. അത് ഒരു വണ്ടിയിൽ ക്ലീനറാണ് പോയി, നാട്ടിൽ തന്നെ ഒരു വാൻ ട്രാവൽസ് ക്ലീനറാണ് പോയി. കുറച്ച് ദിവസം അതിൽ പോയി. അടുത്ത് അവിടെ നിന്ന് തന്നെ വണ്ടി ഒതുക്കാൻ പോകുമ്പം എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ട്രാപ്പ് ചെയ്യുമ്പോൾ വണ്ടി കഴുകണം, തുടയ്ക്കണം, എല്ലാം ചെയ്തിട്ട് ആ വീട്ടിൽ പോണ സമയത്ത് ഒരു 5 കിലോമീറ്റർ കാണും. എനിക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് കൂടെ ഇരുന്ന് പഠിപ്പിച്ചു തരും, ഇതേപോലെയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പഠിച്ച് എനിക്ക് ഒരു ഡ്രൈവിംഗ് സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ പഠിച്ച് എനിക്ക് ഇപ്പോൾ ആദ്യമേ എനിക്ക് എല്ലാത്തിലും
ഇത് കൂടുതലാണ്, വലുതേക്ക് പോകണം എന്നൊക്കെ. അപ്പോൾ അത് പഠിച്ചിട്ട് ഏത് ജോലിക്ക് പോയാലും എനിക്ക് ആ ഫൈനലിൽ പോയി എത്തണം. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയി ഫസ്റ്റ് ട്രാവൽസ് എനിക്ക് പഠിക്കാൻ അറിഞ്ഞൂടാ. ആ സമയത്ത് ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. ഒരു ചെറിയ പിക്കപ്പ് അറിയാല്ല, പിക്കപ്പിൽ സ്റ്റാൻഡിൽ ഓടാൻ പറഞ്ഞു. ഡ്രൈവർ ലീവാണ് പുള്ളി. അപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ അവൻ ഒരു ദിവസം ഓടാൻ ചോദിച്ചു, ഞാൻ ഓടാന്ന് പറഞ്ഞു. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാ. പുറത്ത് പറഞ്ഞ വണ്ടി തരുമില്ല ആൾക്കാർ. ഓടിച്ച് എൻ്റെ കോൺഫിഡൻസ് വെച്ച് ഞാൻ വണ്ടി ഓടിച്ച് 2-3 ഓട്ടം പോയി. ഈ തടിയെ കയറ്റാൻ വേണ്ടിയിട്ട് പോയി. അതിൽ തന്നെ പഠിച്ചു. ഒരാഴ്ച ഓടിയതേ ഉള്ളൂ. ഇത് കണ്ടിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് ടാവസ് 12 കിലോ വണ്ടിയാണ്. പുള്ളി ഇത് ലീവ് ആക്കിയിട്ടുണ്ട് എന്നാണ് ചോദിച്ചു. എനിക്ക് വണ്ടിക്ക് അറിഞ്ഞുകൂടാ, ഒന്നും പേടിക്കണ്ട, ഒരാൾക്കാരുടെ കോൺഫിഡൻസ് അല്ലേ. അങ്ങനെ ശരി വരാമെന്ന് പറഞ്ഞു. അപ്പം ഗുഡൗണിൻ്റെ അകത്ത് നിന്ന് പുറത്ത് പോകണം. പോലീസ് 3 മണിക്ക് പോകണം. രാത്രി ഇവിടെ ഓടുകയും ചെയ്യാം, അല്ലെങ്കിൽ രാത്രി ഒരു 8-9 മണിയും ചെയ്യും. അന്ന് ശമ്പളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓടിക്കഴിഞ്ഞാൽ 1800 തോന്നുന്നു. സോറി 1200. ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാത്താടത്തിൽ നിന്ന് കാവൽക്കിണർ പോകണം. അവിടെ പോയി ലോഡിടുന്ന ടാവ്. പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ? ഇല്ലില്ല, പഠിത്തം സ്റ്റാപ്പ് ചെയ്ത് വെച്ച സമയത്താണ്. ഇപ്പൊ ഇതിപ്പോ 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പോകുന്നു. അപ്പോ അവധി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് 3 മണിക്കാണ് അവിടുത്തെ മാനേജർ വണ്ടി പോകണമെന്ന് നോക്കും, ഡ്രൈവർ നോക്കൂല. ഒരു കാര്യം അകത്ത് നിന്ന് എടുത്ത് നീ പുറത്താണ്. അപ്പൊ അവൻ തന്നെ കയറിയിട്ട് തന്ന് നീ ആക്സിലേറ്റർ മാത്രം ചോദിച്ച് സ്റ്റിയറിംഗ് മാത്രം പിടിച്ചാൽ മതി. പുറത്ത് പോയിട്ട് വിഷയമില്ല, പുറത്ത് പോയി എന്തെങ്കിലും വണ്ടി ഓഫ് ചെയ്തില്ല പിന്നെ അവിടെ തന്നെ ഇറക്കി വിടുന്നത്. അത് ദൈവമെന്ന് വിളിച്ചിട്ട് പോയി വിഷയമില്ല. ഒറ്റ ഗിയറിൽ ഒരു 10-15 കിലോമീറ്റർ പോയണം. വണ്ടിയിൽ എന്തൊക്കെയോ സൗണ്ട് കേൾക്കണം. അവിടെ ഡീസൽ അടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയപ്പോൾ എൻ്റെ അടുത്ത് പോകാൻ ഇങ്ങനെയൊക്കെ എല്ലാം പഠിപ്പിച്ചു തന്നു. അങ്ങനെ അതിനെ നോക്കി പോയി. ലാസ്റ്റ് കുറച്ച് ഒരു 10-20 കിലോമീറ്റർ പോയപ്പോൾ അവൻ്റെ മുമ്പിലൊക്കെ അതിൻ്റെ പിന്നെ പഠിച്ച് എനിക്ക് വണ്ടി ഓടിക്കുന്നതോടെ എനിക്ക് സ്പീഡാ പോകണം. അങ്ങനെ സ്പീഡാ പോയി ഞാൻ ഫസ്റ്റ് ലോഡ് കുറച്ച് കഷ്ടി ചെയ്ത് പൊക്കാന്നൂടാ, വണ്ടി ഓടിക്കാൻ തന്നെ തൂക്കി തട്ടാന്നൂടാ. അത് വന്ന് എൻ്റെ കൂടെ മറ്റേ കോളി ബാക്കിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കും. അതേപോലെ എൻ്റെ കൂടെ അവൻ ലോഡ് എടുത്ത് കൂടെ പോയി കൊണ്ട് കാണിച്ചെന്ന്, അടുത്ത ലോഡും കാണിച്ചെന്ന്. അതിൻ്റെ അടുത്ത ശേഷം അവന് എൻ്റെ ലോഡ് എത്തിയിരുന്നത്. എനിക്ക് നൈറ്റും ഓടണം. നൈറ്റ് എക്സ്ട്രാ ശമ്പളമാണ്. നൈറ്റ് ഒറ്റയായി പോയി തന്നെ എടുക്കുന്ന. പിന്നെ നാർമലായിരിക്കും നല്ല പഠിച്ച് അതിലൊരു മാസം ഓടി. പിന്നെ ട്രെയിലർ ഓടാൻ പോയി 28 വീൽ വണ്ടി. എല്ലാം പറഞ്ഞ് തൂത്തുകുടി പോയാൽ ട്രെയിലർ ഓടിയാൽ മാസം 90,000 രൂപ ശമ്പളം അതിൽ. അപ്പൊ എനിക്ക് ഓടിക്കാൻ അതിനൂടാ, ലൈസൻസ് ഇല്ല, എങ്ങനെയാന്ന് പോലും എനിക്ക് അതിനൂടാ. എനിക്ക് ഓടിക്കണം ഒരാഗ്രഹം. ഞാൻ തൂത്തുക്കുടിയിൽ പോയി. എനിക്ക് പരിചയമില്ല. തൂത്തുക്കുടി പോയി കഴിഞ്ഞാൽ കുറേ വണ്ടി കിട്ടുന്നത്. അവിടെ ഓടിപ്പോയി നിന്ന് അവിടെ വണ്ടിയെല്ലാം കൈ കാണിച്ചു. ഒരു വണ്ടി കൈ കാണിച്ച് നിർത്തിയില്ല, ഒരു വണ്ടി കൈ കാണിച്ചു. അത് തൂത്തുക്കുടി ഹാർബറിൽ നിന്ന് എടുത്ത് ചെന്നൈക്ക് പോകണം. ചെന്നൈ ഹാർബർ. അപ്പം എന്നോട് സംസാരിച്ചിരുന്നു. അത് ഇതുപോലെയാണ്, എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. ലൈസൻസ് ഇല്ല, എനിക്ക് ബൈക്കിന് പോലും ലൈസൻസ് ഇല്ല. ലൈസൻസ് ഒക്കെ എടുത്ത് എനിക്ക് വണ്ടി ലീവ് വെക്കേണ്ടി ഇവിടെ ഒരാൾ വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ കളവ് പറഞ്ഞ എനിക്ക് വണ്ടി. അപ്പം കുറച്ച് പേരെ പോയി. അപ്പം അതിൻ്റെ അകത്ത് കയറാൻ ഇവരില്ലെങ്കിൽ നമുക്ക് അകത്ത് കയറാൻ, ഹാർബറിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ അവന് ഇവിടത്തെ അകത്ത് കയറാൻ പറ്റുള്ളൂ. ഈ വഴിയിൽ വരുന്ന സമയത്ത് തന്നെ പുള്ളിക്ക് എന്ത് തോന്നുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ കൂടെ നീ വരണ മാസം എനിക്ക് അതുകൂടെ 90,000 രൂപ ശമ്പളം വന്നു. മാസം 90,000 രൂപ ശമ്പളം തരാം. നിനക്ക് അതിൽ 30,000 രൂപ ഇവിടെ 3 മാസം ട്രെയിനിങ് ഉണ്ട്. അതിൽ വാൾവോ ബസ് ഇതൊക്കെ ചേർത്ത് പോയ ലൈസൻസ് ആണ്. ആ 30,000 രൂപ ഇതിൽ എടുത്തിട്ട് ബാലൻസ് നിനക്ക് തരുന്നു. ഇവിടെ ഒരു ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ഹെവി ഉണ്ടെങ്കിൽ ഇവിടെ നീ ലൈസൻസ് എടുത്താൽ നിനക്ക് പറ്റുമെന്ന് പറഞ്ഞു. ശരി നിശ്ചയം. അപ്പൊ ഹെവി ഉണ്ടെന്നാ ഈ പുള്ളി എൻ്റെ വിചാരിക്കുന്നത്. പുള്ളിക്ക് അറിയത്തില്ല ഹെവി ഇല്ലെന്ന്. 1 മാസം ഓടി ഫസ്റ്റ് ലൈസൻസ് എടുക്കാൻ വേണ്ടി 30,000 രൂപ പിടിച്ചു. അങ്ങനെ അടുത്ത് വീട്ടിൽ പോയി എടുത്തിട്ട് അവന് എവിടെ നിന്ന് എടുക്കാൻ അതോടെ തീർന്നു. അത് മേടിച്ച് പറഞ്ഞു. പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഇവിടെ വാൾവോ ബസ് പോകും ചെന്നൈക്ക്, പാസഞ്ചർ കൊണ്ടുപോകണേ. അപ്പൊ അത് സെറ്റായി വണ്ടി ഓടിച്ച്. അപ്പൊ അവിടെ നിന്ന് ലീവ് വെക്കാൻ ചോദിച്ചു. അപ്പൊ ഈ വണ്ടിയൊക്കെ ഓടിക്കുന്ന ട്രെയിലറൊക്കെ ഓടിച്ചപ്പോൾ അതിൽ ധൈര്യമായിട്ടില്ല എനിക്ക് വണ്ടി തരും. ലൈസൻസ് ആയി പെട്ടെന്ന് ചോദിക്കൂല. ഞാൻ പോണെങ്കിൽ ഈ ലീവ് വെക്കണ്ടിലാണ് പോണേ. അപ്പൊ അവര് എനിക്ക് എന്ത് ചെയ്ത് വണ്ടി തന്നു.
ഇവിടെ നിന്ന് പോകും. അപ്പോൾ 850 ശമ്പളം എനിക്ക്. എൻ്റെ ഡ്രൈവറുണ്ട്. ഇവിടെ നേരെ പോവും, അവിടെ തിരിച്ചു വരും. അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ ക്ലീനറാവും. ഇവിടെ പോകും ഡ്രൈവറാവും, വണ്ടി കളവിടണം, ഇങ്ങനെ ആര് ഇങ്ങനെയൊക്കെ വളർന്ന് വന്ന് പിന്നെ ബിസിനസ്സിലേക്ക് കയറി ഇങ്ങനെ ഇത്രയും ദൂരം വന്ന്